ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് സർപ്രൈസ് ഒന്നും വയ്ക്കാതെ തന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. എൻ്റെ വിവാഹ വസ്ത്രങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇന്നോ ഇന്നലെയോ കല്യാണം കഴിഞ്ഞ കുട്ടിയാണ് ഞാനെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ സമയത്ത് എൻ്റെ ഈ വിവാഹ വസ്ത്രങ്ങൾ ഞാൻ വളരെ ആഗ്രഹത്തോടെ എൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞു കൊടുത്തൊക്കെ ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ. 9 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ആ സമയത്ത് 9 വർഷത്തിന് മുൻപ് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പറഞ്ഞു കൊടുത്തൊക്കെ ചെയ്തെടുത്ത വസ്ത്രങ്ങളാണ് ഇതൊക്കെ. അതില് എങ്ങനെ വിവാഹ തലേന്നും വിവാഹത്തിന്റെ അന്നുമുള്ള ഡ്രസ്സുകളുടെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. പിന്നീടുള്ള റിസപ്ഷൻ്റെത് അത് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിയതായിരുന്നു. റെഡിമെയ്ഡ് അല്ല, അത് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തതാണ്. അപ്പം ഇത് പറയുന്നതിന് മുൻപ്, അത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ കൂടെ പറയാം. ഈ വിവാഹ വസ്ത്രം എടുക്കുക എന്ന് പറഞ്ഞാല് ഞങ്ങള് ക്രിസ്ത്യൻ വിവാഹമായിരുന്നു കേട്ടോ. അപ്പം ഗൗണാണ് നമുക്ക് ഇടേണ്ടത്. എനിക്ക് ഗൗണായിരുന്നു ഇടേണ്ടിയിരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഡ്രീമായിരുന്നു. നമുക്ക് പണ്ട് മുതൽ നമ്മുടെ വിവാഹ വസ്ത്രങ്ങളെ കുറിച്ച് നമുക്കൊരു ഡ്രീം കാണുമല്ലോ, ഒരു ഐഡിയ കാണുമല്ലോ. അതുപോലെ തന്നെ എല്ലാവരെ പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഗൗൺ എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ ചെയ്യിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര എമൗണ്ട് അല്ലേ. അപ്പം അത്രയും എമൗണ്ട് ഒക്കെ വിവാഹ വസ്ത്രത്തിന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് അന്ന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ 2 ബുട്ടിക്കുകളിലൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോഴത്തേക്കും ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ഒക്കെയാണ് പറഞ്ഞിരുന്നത്. അതായത് ഇപ്പം നമ്മുടെ വസ്ത്രത്തിനുള്ളതിൻ്റെക്കാളും ഇരട്ടിക്കുള്ള എമൗണ്ട് ആയിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വീണ്ടും വേറെ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ അന്വേഷിച്ച് നമ്മുടെ തിരുവനന്തപുരം കല്യാൺ സിൽക്സിലെത്തി. അവിടെ ചെന്നിട്ട് പിന്നെ ഇങ്ങനെ ഈ ചെയ്തെടുക്കുന്നതിന് ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ റെഡിമെയ്ഡ് തന്നെ എടുത്ത് എന്തെങ്കിലും ഓൾട്ടർ ചെയ്ത് ചെറുതാക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ കല്യാൺ സിൽക്സിലോട്ട് പോവാണ് കേട്ടോ. അവിടെ പോയി ഗൗണിന്റെ സെക്ഷനിൽ പോയിട്ട് എല്ലാം നോക്കിയപ്പോഴത്തേക്കും ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടെ നമ്മുടെ അളവിനനുസരിച്ച് അവര് അത് സ്റ്റിച്ച് ചെയ്ത് തരും, ഡിസൈൻ ചെയ്ത് തരും എന്ന്. അപ്പോഴെനിക്ക് അവിടെ ചെന്നപ്പോൾ പുതിയ അറിവായിരുന്നു കേട്ടോ. അപ്പം ഹാപ്പിയായി. അപ്പം എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ രീതിക്ക് അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു, നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു എമൗണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഹാപ്പിയായി. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച 2 ഗൗണുകളാണ് എൻ്റെ വിവാഹ ഗൗണുകൾ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉള്ളത് പിന്നെ ഞാൻ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വിവാഹ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഗൗണ്, പിന്നെ പിറ്റേ ദിവസം ഗൗണ്. തലേ ദിവസം എനിക്ക് ഗൗൺ എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ് ഗൗൺ എന്ന് പറയുന്നത്. അപ്പൊ തലേ ദിവസം ഞാൻ വേറൊന്നും ലെഹങ്കയോ അങ്ങനെ ഒന്നും ചൂസ് ചെയ്തില്ല. തലേ ദിവസം ഗൗൺ തന്നെ മതി. വേറെ കളർ, 2 ഡിഫറെന്റ് കളർ ആയിരിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തലേ ദിവസം ഒരു പിങ്ക് കളറും പിറ്റേ ദിവസം വൈറ്റ് ഗൗണും, അങ്ങനെയാണ് ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ആ ഗൗണ് കാണിച്ചു തരാം. ഈ ഗൗണ് ഇട്ടതിന് ശേഷം പിന്നെ അതിനുശേഷം ഇത്ര ദിവസം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന അത്രയും ദിവസം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ല, അത്രയും രീതിയിൽ. സാധാരണ ഇങ്ങനെയുള്ള ടെക്സ്റ്റൈൽസിലൊക്കെ ഇത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല. നമ്മളെ ബുട്ടിക്കുകളിൽ അല്ലാതെ നമ്മള് സ്റ്റിച്ചിങ് സെന്ററിലൊക്കെ കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും നമ്മുടേതായിട്ടുള്ള ഒരു ഫ്രീഡം കിട്ടുക. പക്ഷെ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ അവർ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്തു തന്നു. അവിടെ തന്നെ അതൊക്കെ നമ്മൾ ജസ്റ്റ് ട്രയലൊക്കെ നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് അന്ന് ഒരു 9 വർഷത്തിന് മുൻപുള്ള ഒരു ഫാഷനും ഐഡിയൊക്കെയാണ് കേട്ടോ ഇത്. അപ്പം ഇന്നിലുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് എന്നും നമ്മുടെ വിവാഹ വസ്ത്രങ്ങൾ ഒരു പുതുമ തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് തലേ ദിവസം റിസപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഗൗൺ കേട്ടോ. ഇതേ ഒരു മോഡൽ തന്നെയാണ്. നമുക്ക് പിറ്റേ ദിവസം വൈറ്റ് ഗൗണും ഏകദേശം ഈ ഒരു മോഡലാണ്, കുറച്ചുകൂടെ വർക്ക് കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പം ഇതൊരു പിങ്ക് കളറാണ്, ഒരു ബേബി പിങ്ക് കളറും
പിന്നെ അതിൽ തന്നെ നെറ്റിൽ ചെയ്തതാണ് കേട്ടോ ഗൗണ്. ഇതിൻ്റെ താഴത്തായിട്ട് ഇങ്ങനെ ലേസ് വെച്ച് അതേ വർക്ക് തന്നെ ലേസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇതിലേറ്റവും എനിക്കൊരു ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇടുമ്പോഴും നമുക്ക് ഭയങ്കര എന്താ അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇട്ടപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസം ഇതാണ് നമ്മുടെ വൈറ്റ് ഗൗണ്. ഇതിൽ രണ്ടിലും അതായത് ഞാൻ ഓർണമെൻറ്റ്സ് അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം റിസപ്ഷന് ചെറിയൊരു സ്റ്റഡും ചെറിയൊരു നെക്ലേസും വളരെ സിമ്പിളായിട്ടുള്ള നെക്ലേസുമാണ് ഇട്ടുന്നത്. പിറ്റേ ദിവസം നമ്മൾ കല്യാണ സമയത്ത് ഓർണമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ട് നെക്ക് വേണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ബോട്ട് നെക്കിൻ്റെ അവിടെ ഫുൾ വർക്ക് ഇങ്ങനെ കയറ്റിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 2 ഗൗണിനും അങ്ങനെ തന്നെയാണ്. ബോട്ട് നെക്കിൻ്റെ കൂടെ വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും നെറ്റിൻ്റെ തന്നെയാണ് കേട്ടോ ഗൗണ്. നെറ്റിൻ്റെ ഗൗണായിരുന്നു. ഇതിനും താഴെ ഇങ്ങനെ ഒരു ഹെവി വർക്ക് ഉണ്ടായിരുന്നു. ഇതാണ് സാരി. ഈ പിറ്റേ ദിവസം കല്യാണത്തിന് കെട്ടിന് ശേഷമുള്ള പിന്നെ സാരിയാണിത്. നമുക്ക് പട്ടുസാരി ഉടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതൊരു ഫാൻസി സാരിയാണ്. ഇത് പോത്തീസിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതും വന്നിട്ട് ബ്ലൂ കളറും ഗോൾഡ് കളറും കൂടെ കോമ്പിനേഷൻ വരുന്നൊരു സാരിയാണ്. ഇതിൽ പിന്നെ നമ്മൾ പിൻ ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ നെറ്റാണ് കേട്ടോ. അതിൽ ഇങ്ങനെ ഗോൾഡ് കളറ് വർക്കാണ് വരുന്നത്. ഇതും പിന്നെ നല്ല ഒരു അട്രാക്റ്റീവായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. എല്ലാവരും കൂടെ പോയിട്ടാണ് ഈ സാരി പർച്ചേസ് ചെയ്തത്. പക്ഷേ ഗൗൺ എടുക്കാനായിട്ട് എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വന്നിട്ട് ഈ നെറ്റിൻ്റെ ആയതുകൊണ്ട് ഈ ഗോൾഡ് വർക്ക് അന്നത്തെ സമയത്ത് ഇതിന് ശേഷം ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം ഇതേ ഒരു പാറ്റേണിൽ ഇങ്ങനെ ഗോൾഡും ബ്ലൂവും വരുന്ന ഒരുപാട് സാരിയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് എന്തോ ഒരു ഫാഷൻ പോലെ ആയിരുന്നു അത്. ഇതാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ റിസപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്ന ലെഹങ്ക. ഇതൊരു ബ്ലൂവും ഒരു പീക്കോക്ക് ബ്ലൂ ആണിത്. പിന്നെ ഒരു മെറൂൺ കളറും കൂടെ കോംബോ വരുന്ന നല്ല വർക്കാണ്, നല്ല ഹെവി വർക്കാണിത്. കണ്ടിട്ട് കണ്ണിന് ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നി. അതാണ് ഇത് സെലക്ട് ചെയ്തത്. ഞങ്ങൾ അന്ന് 2 പേരും മാച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതേ ഒരു കളർ പാറ്റേണിൽ വരുന്നൊരു ഷർവാണിയും പൈജാമയാണ് ചേട്ടൻ ഇട്ടിരുന്നത് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് എൻ്റെ വിവാഹ വസ്ത്രങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് ഈ ഡ്രസ്സ് എപ്പോൾ എടുത്തിരുന്നാലും ഭയങ്കര സന്തോഷമാണ്. അതങ്ങനെയാണല്ലോ അല്ലേ. എനിക്കിപ്പോഴും അത് ചെയ്തെടുത്ത് ആ സമയത്ത് നമ്മൾ എന്താണ് കടകളൊക്കെ കയറി ഇറങ്ങിയതും അന്വേഷിച്ചതും അത് ഡിസൈൻ ചെയ്തതും ലാസ്റ്റ് അത് സക്സസ് ആയി വന്നതും അതെല്ലാം എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഓർമ്മ കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ.